ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തഃശൗചയജ്ഞത്തിന്റെ 385 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ സതീഷ് എമ്മി കാസർഗോഡാണ്. നമുക്ക് വേണ്ടി പറയുന്നതും വായിക്കുന്നതുമെല്ലാം ശ്രീമതി സരോജിനി കണ്ണൂരാണ്. ശ്രീമതി സരോജിനി 3 ഓങ്കാരവും 3 സായി ഗായത്രിയും പറഞ്ഞിട്ട് വായിച്ചോളൂ. വായിക്കുമ്പോൾ വീഡിയോ ഓൺ ചെയ്യണ്ട, കാരണം മുഖം കുനിച്ച് വായിക്കുമ്പോൾ തല മാത്രമേ കാണുന്നുള്ളൂ, തലയുടെ മോൾ ഭാഗം. അതുകൊണ്ട് പറയുമ്പം വീഡിയോ ഓൺ ചെയ്താൽ മതി. സായിരാം. സായിരാം. മൂന്ന് ഓങ്കാരവും 3 സായി ഗായത്രിയും പറയൂ. സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. ഓ സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവപ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവപ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവപ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. യഥാർത്ഥ ഭക്തരുടെ യോഗക്ഷേമം ഈശ്വരൻ സംരക്ഷിക്കുന്നു. ഭൗതിക വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം ഒരുവനെ അനന്തമായ ദുരിതത്തിൽ ആഴ്ത്തുന്നു. ആഗ്രഹങ്ങൾ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ഒരു പച്ച മത്തങ്ങ പോലെയാണ്. ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യൻ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു ഉണങ്ങിയ മത്തങ്ങ പോലെയാണ്. ഈ സാധാരണ ലോകത്തിന്റെ ആകർഷണങ്ങളെ അതിജീവിക്കുവാനും ദൈവികമായ ജീവിതത്തിന് വേണ്ടി കാക്ഷിക്കുവാനും അയാൾക്ക് സാധിക്കും. അയാൾ മുക്തിയിൽ അതീവ തത്പരനായിരിക്കുകയില്ല, പക്ഷേ അയാൾ ഭക്തി കൈവിടുകയില്ല. അങ്ങനെയുള്ള ഒരുവന്റെ യോഗക്ഷേമം ഇവിടെയും പരലോകത്തിലും ഈശ്വരൻ സംരക്ഷിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ആഗ്രഹരഹിതനും നിർമ്മമനുമായതിനാൽ അയാളുടെ ചിന്തകൾ എല്ലായ്പ്പോഴും ഈശ്വരനെ കേന്ദ്രീകരിച്ചാണ്. ഈശ്വരാനുഗ്രഹം ഈ വിധത്തിൽ ആർജിക്കുക എന്നത് തന്നെ ഒരു വിധത്തിലുള്ള യോഗമാണ്. ആ അനുഗ്രഹത്തെ കാത്തുരക്ഷിക്കുക എന്നാൽ ഒരുവന്റെ ക്ഷേമം ഉറപ്പുവരുത്തുക ഇതാണ് വേദാന്ത വ്യവഹാരത്തിൽ അപ്രാപ്യ പ്രഖ്യാപനം. അപ്രാപ്തസ്യ പ്രാപനം, എളുപ്പത്തിൽ നേടുവാൻ കഴിയാത്തത് നേടുക എന്ന് പറയപ്പെടുന്നത്. അത് അനുഗ്രഹ നിർഭരമായ മാനുഷിക ശ്രമത്താൽ മാത്രമേ നേടുവാൻ സാധിക്കുകയുള്ളൂ. ഈ ലക്ഷ്യപ്രാപ്തിക്ക് ചില ആധ്യാത്മിക സാധനങ്ങൾ ആവശ്യമാണ്. ഈശ്വരപ്രേമം ആർജിക്കുക. ഈശ്വരന്റെ പ്രേമമാണ് മനുഷ്യ ജീവിതത്തിൽ ആർജിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സമ്മാനം. അത് ലോകത്തിലെ മറ്റു എല്ലാ സമ്പത്തിനേക്കാളും അമൂല്യമായതാണ്. എല്ലാ ധനവും സമ്പത്തും പദവിയും ഈശ്വരന്റെ പ്രേമത്താലും അനുഗ്രഹത്താലും നേടാവുന്നതാണ്.
ഭഗവത് പ്രേമത്തിന്റെ മൂല്യം, ഭഗവാൻ എന്ന പദത്തിന്റെ സാരം ശരിയായി മനസ്സിലാക്കിയാൽ മാത്രമേ ബോധ്യമാവുകയുള്ളൂ. ഭഗവാന്റെ സംജ്ഞകളായി ഉപയോഗിക്കുന്ന പദങ്ങളിൽ പെടുന്നതാണ് ബ്രഹ്മൻ, പരബ്രഹ്മൻ, ശബ്ദം എന്നിവ. ഭഗവാൻ എന്ന പദമാണ് അവയിലെ ഏറ്റവും മധുരമായ പദം. ഭഗവാൻ എന്നതിന്റെ ശരിയായ അർത്ഥം താഴെ കൊടുക്കുന്നു. ഭഗ എന്നാൽ യാതൊരുവനാണോ എല്ലാ പ്രകൃതങ്ങളുടെയും ഭണ്ഡാരവും അപൂർവമായ ആരാധനയ്ക്ക് യോഗ്യനും അയാൾ എന്നാണ് അർത്ഥം. ഗായെ എല്ലാ ഉത്കൃഷ്ടതകളും ഉള്ളവനും എല്ലാത്തിനെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ലയിപ്പിക്കുകയും ചെയ്യുന്നവനും എന്നാണ് അർത്ഥം. ഭ എന്ന പദത്തിന് രണ്ടർത്ഥങ്ങളുണ്ട്, സമ്പർത്തി എന്നും ഭർത്ത എന്നും. സമ്പർത്ത എന്നാൽ സൃഷ്ടി പ്രക്രിയകൾക്ക് പ്രകൃതിയെ ഒരു ഉപകരണമാക്കുവാൻ സാമർഥ്യമുള്ളവൻ എന്നാണ് അർത്ഥം. സൃഷ്ടിച്ചതിനെ സംരക്ഷിക്കുവാനുള്ള സാമർഥ്യം കൂടിയുള്ളത് കാരണം അവനെ ഭർത്ത എന്ന് വിളിക്കുന്നു. ഭ എന്നതിന് ശാന്തി, പ്രകാശം, ജ്യോതിർപ്രവാഹം, പ്രബോധനം, പ്രകാശാലങ്കാരം എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്. ഗ എന്നാൽ സർവവ്യാപ്തി എന്നർത്ഥം. വാൻ എന്നാൽ കഴിവുള്ളവൻ എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഭഗവാൻ എന്നാൽ ദിവ്യജ്യോതിർ പ്രവാഹത്തെ ജ്വലിപ്പിക്കുവാനും വിവേകത്തിന്റെ പ്രകാശധാര നൽകുവാനും ആത്മാവിന്റെ നിത്യവും ആന്തരികവുമായി ജ്യോതിയായി വർത്തിക്കുവാനും സാമർഥ്യമുള്ളവൻ എന്നാണ് അർത്ഥം. സർവജ്ഞനും സർവശക്തനുമായ വിഭുവിന്റെ പ്രേമം ആർജിക്കുന്നതിൽ നിന്നും മഹത്തരമായ എന്തെങ്കിലും ഉണ്ടാകാൻ സാധിക്കുമോ? ഈ ഭൂമിയിലോ പരലോകത്തോ ഭഗവത് പ്രേമത്തിൽ സമാനമായി മറ്റൊന്നുമില്ല. ആ പ്രേമം ആർജിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നതാണ് മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥവും ലക്ഷ്യവും. സന്തുഷ്ടമായ ഒരു ജീവിതം നയിക്കുന്നതിന് മനുഷ്യന് മനഃശാന്തി ആവശ്യമാണ്. മനസ്സ് പ്രക്ഷുബ്ധമായ ഗംഗയെ പോലെയാണ്. വേഗത്തിലോടുന്ന ഒരു വാഹനത്തിന്റെ ഗതി നിയന്ത്രിക്കുന്നത് പോലെ അതിൻ്റെയും ഗതി നിയന്ത്രിക്കേണ്ടതാണ്. ധ്യാനമാണ് മനസ്സിനെ നിയന്ത്രിക്കുവാൻ കണ്ടുപിടിച്ചിരിക്കുന്ന ബ്രേക്ക്. ധ്യാനം എന്നാൽ അചഞ്ചലമായ ഒരേ ദിശയിലേക്കുള്ള ഏകാഗ്രതയാണ്. മനുഷ്യനെ ബാധിക്കുന്ന എല്ലാ രോഗങ്ങളും മനസ്സിന്റെ അസ്വസ്ഥതയുടെ ഫലമാണ്. മനസ്സമാധാനം നഷ്ടപ്പെടുന്നതാണ് ഇന്ന് ലോകത്ത് രോഗങ്ങൾ അത്യധികം വളരുവാനുള്ള കാരണം. രോഗത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനും ശാന്തവും ആരോഗ്യവുമുള്ള ജീവിതം നയിക്കുന്നതിനും മനുഷ്യൻ മനസ്സമാധാനം വളർത്തണം. മനുഷ്യ മനസ്സിന് 3 തരത്തിലുള്ള കഴിവുകളുണ്ട്. ഒന്ന് അനേകാഗ്രത, അലഞ്ഞു നടക്കുന്ന മനസ്സ്. രണ്ടാമത്തേത് ശൂന്യതയാണ്. മൂന്നാമത്തേത് ഏകാഗ്രതയാണ്. എന്താണ് ശൂന്യത? ആധ്യാത്മിക കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സ് ഉറങ്ങിപ്പോകുന്ന അവസ്ഥയാണ്. നല്ലതും പ്രയോജനകരമായതും ആയതെന്തോ അതിനോട് മനസ്സ് പ്രതികരിക്കാത്ത അവസ്ഥയാണത്. ഈ അവസ്ഥയിലുള്ള ഒരു മനസ്സിനെ തമസിക് എന്നാണ് വിളിക്കുന്നത്. അത് അജ്ഞാനമാകുന്ന അന്ധതയാണ്. അനേകാഗ്രതയും ഇതുപോലെ തന്നെ അനഭിലഷണീയവുമായ മാനസികാവസ്ഥയാണ്. അത് മനുഷ്യനെ തരം താഴ്ത്തുകയും ചെയ്യും. ഓരോരുത്തർക്കും അചഞ്ചലമായ ഏകാഗ്രത ആവശ്യമാണ്. മനസ്സിന്റെ ഒരേ ദിശയിലേക്കുള്ള ഏകാഗ്രത എന്നൊരു വസ്തുതയുണ്ട്. അതാണ് ഇന്ന് ഓരോരുത്തർക്കും വളരെയധികം ആവശ്യമായിരിക്കുന്നത്. ഏകാഗ്രത വളർത്തിയെടുക്കുവാൻ കളികളും വിനോദങ്ങളും വളരെ ആവശ്യമാണ്. അവ ശാരീരികാരോഗ്യവും മാനസികാരോഗ്യവും വർദ്ധിക്കുവാൻ സഹായിക്കുന്നു. കളികളും വിനോദങ്ങളും പരിശീലിക്കേണ്ടത് പ്രധാനമായും ശരീരത്തെ നല്ല ആരോഗ്യത്തോടെ സംരക്ഷിക്കുവാനാണ്. നിർഭാഗ്യവശാൽ ഇന്ന് കളികളിലും വിനോദങ്ങളിലും വ്യവസായ മനോഭാവം ക്രമാതീതമായി നിലവിലിരിക്കുന്നു. പണമുണ്ടാക്കണമെന്ന ആശയം പ്രബലമായിരിക്കുമ്പോൾ ആരോഗ്യത്തെക്കുറിച്ചുള്ള ചിന്ത പിന്നോട്ട് തള്ളപ്പെടുന്നു. വിനോദങ്ങളും സുകുമാര കലകളും വാണിജ്യ കലകളായിരിക്കുന്നു. അവ ആരോഗ്യത്തിനും ആസ്വാദനത്തിനും വേണ്ടി പരിശീലിക്കപ്പെടുന്നില്ല. കല ഹൃദയത്തിൽ നിന്നുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് ഹൃദയത്തെ കലകളിൽ നിന്നും വേർപിരിച്ചിരിക്കുന്നു. കലകളുടെ ആധ്യാത്മിക അടിസ്ഥാനം നിരാകരിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിരിക്കുന്നത് 3 വസ്തുതകളാണ്: ത്യാഗ മനോഭാവവും ഈശ്വരഭക്തിയും ദേശസ്നേഹവും. ഇന്ന് ജനങ്ങൾ സ്വാഭിമാനവും സ്വാർത്ഥതയും സ്വാർത്ഥ താല്പര്യവും നിറഞ്ഞവരായതിനാൽ അവർ മനുഷ്യരല്ലാതാകുന്നു. ഈശ്വരഭക്തി, ദേശസ്നേഹം, ആത്മത്യാഗം എന്നിവ ജനങ്ങൾക്കിടയിൽ വളർത്തേണ്ടത് പരമപ്രധാനമായിരിക്കുന്നു. ഇതിനു വേണ്ടി ആദ്യമായി ആവശ്യമായിരിക്കുന്നത് എന്റേത് എന്ന വികാരം നിഷ്കാസനം ചെയ്യുകയാണ്.
വിദ്യാർത്ഥികൾക്കിടയിൽ തന്റെ രാജ്യത്തിന് വേണ്ടി തന്റെ സുഖവും സന്തോഷവും ത്യജിക്കുവാനുള്ള സന്നദ്ധത വളർത്തിയെടുക്കേണ്ടതാണ്. മഹാമനസ്കരും ആധ്യാത്മിക ചായ്വുള്ളവരുമായ വിദ്യാർത്ഥികൾ ധാരാളം ഉണ്ടാകുമ്പോൾ രാജ്യം സമാധാനവും സുരക്ഷയും നേടും. ഈശ്വരന് വേണ്ടി എന്ത് ത്യാഗവും അനുഷ്ഠിക്കുവാൻ സന്നദ്ധരായിരിക്കുക. വിദ്യാഭ്യാസം ജ്ഞാനസമ്പാദനത്തിനും ജീവിതത്തിന്റെ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിന് പ്രാപ്തി നേടുവാനും വേണ്ടി ആയിരിക്കണം, അല്ലാതെ ഒരു ജോലി സമ്പാദിക്കുന്നതിന് വേണ്ടി മാത്രമാകരുത്. അവർ സർക്കാർ ഉദ്യോഗങ്ങൾക്ക് വേണ്ടി മാത്രം അന്വേഷിക്കുന്നവരാകരുത്. അവർക്ക് ഈശ്വരനിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. അവർ ഈശ്വരന്റെ മുന്നിൽ മാത്രമേ തലകുനിക്കുവാൻ പാടുള്ളൂ. ഈശ്വരനും രാജ്യത്തിനു വേണ്ടി എന്തു ത്യാഗം സഹിക്കുവാനും അവർ എല്ലായ്പ്പോഴും സന്നദ്ധരായിരിക്കണം. പൈശാചിക ശക്തികൾ പ്രബലമായിരിക്കുന്നത് ജനങ്ങൾക്ക് ഈശ്വരഭക്തിയിലും ധർമ്മത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. വിദ്യാർത്ഥികൾ സ്വാശ്രയശീലവും ആത്മവിശ്വാസവും വളർത്തിയെടുക്കണം. അവർ സത്യം, ധർമ്മം, ക്ഷമ, സഹനം, ആത്മത്യാഗം തുടങ്ങിയ അടിസ്ഥാന ഗുണങ്ങൾക്ക് പിന്തുണ നൽകണം. ഈ ഗുണങ്ങൾ മോശമെന്നോ വർഗമെന്നോ ഭാഷയെന്നോ ഉള്ള ഭേദമില്ലാതെ എല്ലാ ജനങ്ങൾക്കും പൊതുവായിട്ടുള്ളതാണ്. ഈശ്വരൻ എല്ലായിടത്തും സന്നിഹിതനാണ് എന്ന വസ്തുതയെ ആധാരമാക്കി അവർ ഒരു വിശാല വീക്ഷണം വളർത്തിയെടുക്കണം. അവർക്ക് ഈശ്വര വിശ്വാസവും ഈശ്വരാനുഗ്രഹവും ഉണ്ടെങ്കിൽ അവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കാത്തതായത് ഒന്നുമില്ല. സായിരാം. ഇനി സരോജിനി വീഡിയോ ഓൺ ചെയ്തിട്ട് അനുഭവങ്ങൾ പറഞ്ഞോളൂ. സായിരാം. എൻ്റെ പേര് സരോജിനി. ഞാൻ കണ്ണൂർ സമിതിയിലാണ്. എനിക്ക് 2 മക്കളും ഭർത്താവുമാണ് ഉള്ളത്. ഞാൻ കുറച്ചു കാലമായിട്ട് സ്വാമിയിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുള്ളൂ. എൻ്റെ ഭർത്താവിൻ്റെ അമ്മയിൽ കൂടിയാണ് ഞാൻ സ്വാമിയുടെ അനുഭവങ്ങളൊക്കെ അറിയാൻ എനിക്ക് സാധിച്ചത്. അവര് കുറച്ച് സുഖമില്ലാതെ അസുഖത്തിലായി കിടപ്പിലായിരുന്നു. ആ സമയത്ത് സ്വാമിയുടെ വീഡിയോ വെച്ച് അമ്മ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ വീഡിയോ വെച്ച് കാണുമായിരുന്നു. അപ്പോൾ അതിലൂടെയാണ് എനിക്ക് സ്വാമിയെ കൂടുതലായി അനുഭവിക്കാൻ അറിഞ്ഞത്. പിന്നെ അന്നൊന്നും എനിക്ക് സമിതിയെക്കുറിച്ചോ ഒന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ വീട് സമിതിയിൽ നിന്ന് ഏകദേശം ഒരു 14 കിലോമീറ്റർ ദൂരത്താണ്. അപ്പൊ പിന്നീട് ഭർത്താവും മകളും കൂടി സമിതിയിൽ പോകുമായിരുന്നു. ആ സമയത്തും എനിക്ക് പോകാൻ സാധിച്ചിട്ടില്ല. അവിടുന്ന് അമ്മയുടെ മരണശേഷമാണ് പിന്നെ ഞാൻ സമിതിയിൽ പോകുന്നത്. പിന്നീട് മോനും സ്വാമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാനുള്ള അവസരം ഭഗവാനെ അനുഗ്രഹിച്ചു തന്നു. മോളും അവിടെ ഡിഗ്രി കഴിഞ്ഞു, BEd എടുത്തു. മോനും അവിടെ ഡിഗ്രിക്ക് പഠിക്കാൻ സാധിച്ചു. അതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. പിന്നെ എനിക്ക് വീട്ടില് ഒരു അനുഭവം എന്ന് പറഞ്ഞാല്, ഞങ്ങളെ വീട്ടിന്റെ പിന്നിൽ ഒരു വലിയ മരം ഉണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ അതിന്റെ ചുവട്ടിൽ നിൽക്കുന്നതായിരുന്നു. അപ്പൊ പെട്ടെന്ന് തന്നെ മോൻ വിളിക്കുന്നു, അമ്മയെ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് വിളിച്ചു. ഞാനാ വിളിച്ച് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോ ആ മരം കടപുഴകി താഴെ വീണു. അതും ഭഗവാൻ എന്നെ ആ സമയത്ത് രക്ഷിച്ചതാണ്. എനിക്കൊരു വല്ലാത്തൊരു അനുഭവമാണ്. പിന്നീട് ഇപ്പൊ അടുത്തതായിട്ട് എന്ന് പറഞ്ഞാല്, എൻ്റെ ഭർത്താവിന് ഒരു ആക്സിഡന്റ് പറ്റി. അപ്പോൾ ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു. ആ സമയത്ത് എൻ്റെ മോളെ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല്യാണം നിശ്ചയിച്ച് ഒരു 10 ദിവസത്തിന്റെ വ്യത്യാസം, 10 അല്ല, മെയ് 1-ാം തീയതി ആയിരുന്നു ആക്സിഡന്റ് സംഭവിച്ചത്. 20-ന് മോളെ കല്യാണം നിശ്ചയിച്ചായിരുന്നു. അപ്പോൾ ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെന്ന് ഡോക്ടർ പറഞ്ഞു.
അപ്പോൾ കല്യാണം മാറ്റി വെക്കാൻ പാടില്ല എന്ന് ഇവർ പറഞ്ഞു. ഇങ്ങനെ ഗുരുവായൂർ വെച്ചായിരുന്നു കല്യാണം. അപ്പോൾ മകള് പറഞ്ഞു അച്ഛനില്ലാതെ, അച്ഛന് എന്തായാലും കല്യാണത്തിന് പങ്കെടുക്കാൻ സാധിക്കണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ഞങ്ങൾക്ക് ഗുരുവായൂർ പോയി മോളെ കല്യാണത്തിന് പങ്കെടുക്കാൻ സാധിച്ചു. മോളെ കൈപിടിച്ചു കൊടുക്കാൻ അച്ഛന് സാധിച്ചു. അതും ഭഗവാന്റെ ഒരു അനുഗ്രഹമായ തന്നെയാണ്. ഇന്നിപ്പം ആരോഗ്യത്തോടെ നിൽക്കുന്ന ഇത് ഭഗവാന്റെ അനുഗ്രഹം. പിന്നെ എൻ്റെ മോൾക്കൊരു അനുഭവത്തിലൂടെ, അതും ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് എൻ്റെ മോൾക്ക് സ്വാമി എനിക്കിനി ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്നുള്ള ആ ഒരു ഘട്ടത്തില് അവൾക്കൊരു ദിവസം രാത്രി ഒരു ഫോൺ കോള് വരുന്നു. നിന്നെ സ്വാമി ഒരിക്കലും കൈവിടില്ല, നീ സ്വാമിയുടെ പ്രിയപ്പെട്ട മോളാണ്. സ്വാമിയുടെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവൾ അവിടെ ഭയങ്കര കൃഷ്ണ ഭക്തിയായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എപ്പോഴും അവിടെ കൃഷ്ണ വിഗ്രഹം, അതിനെ ആരാധിക്കാനുള്ള ഒരു അവസരം കൂടി അവൾക്ക് അവിടെ ലഭിച്ചിരുന്നു. അപ്പൊ അവളെ അവിടെ കൃഷ്ണന്റെ മീര എന്ന് വിളിക്കുമായിരുന്നു കുട്ടികളൊക്കെ. അങ്ങനെ ആ ഒരു രാത്രി, ആ സമയത്ത് ഏകദേശം ഒരു 3 മണി ആ സമയത്താണ് അവൾക്കൊരു ഫോൺ കോള് വരുന്നത്. മോളെ, നീ സ്വാമിയുടെ പ്രിയപ്പെട്ട മോളയിലെ, സ്വാമി നിന്നെ കൈവിടില്ല എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ഫോൺ കോളിലാണ് അവള് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ആ കുട്ടി വിളിച്ചപ്പോ മോള് പറഞ്ഞു, നിന്റെ ഫോൺ കോള് കാരണമാണ് ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ആ കുട്ടി പറയാന്ന്, ഞാൻ വിളിച്ചില്ലല്ലോ നിന്നെ. അത് എൻ്റെ മോളെ ഭഗവാൻ രക്ഷിച്ചതാണ്. എനിക്കൊരു വലിയൊരു അനുഭവമാണ്. പിന്നെ ഇതിന് അടുത്തായിട്ടുള്ളൊരു എൻ്റെ മോളെ, നമ്മളെ സമിതിയിൽ സ്വാമിയുടെ കോടി അർച്ചന ഉണ്ടായിരുന്നു കഴിഞ്ഞ ഏപ്രിൽ 20-ന്. ആ അർച്ചനയിൽ പങ്കെടുത്തു. അപ്പൊ മോള് പ്രഗ്നന്റ് ആണ്. അർച്ചന കഴിഞ്ഞ് മോളും മോളെ ഭർത്താവും എൻ്റെ ഭർത്താവും കൂടി വീട്ടിലിരുന്ന് അർച്ചന ചെയ്തു. ഞാൻ സമിതിയിൽ പോയി അർച്ചന ചെയ്തു. അർച്ചന കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പൊ അവൾക്കൊരു ചെറിയൊരു അസുഖം തോന്നി. ഞങ്ങൾ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞു. ഇങ്ങനെ വൈകുന്നേരം തന്നെ ഞങ്ങൾ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോൾ ഏപ്രിൽ 30 ഡോക്ടർ ഡേറ്റ് പറഞ്ഞത്. ചെറിയൊരു അസുഖം തോന്നിയത് കൊണ്ട് ഞങ്ങൾ അപ്പോൾ ഉടനെ ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോൾ അവിടെ എത്തി ഡോക്ടർ നോക്കിയപ്പോൾ പറഞ്ഞു, ഏതായാലും നിങ്ങൾ വീട്ടിലേക്ക് പോകണ്ട, ഇന്ന് ഇവിടെ അഡ്മിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു. നാളെ മാത്രമേ ഡെലിവറി ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് 2 മണിക്കൂറിന് മുന്നേ തന്നെ മോളെ ഡെലിവറി കഴിഞ്ഞു. അവരെ ഡോക്ടർമാർക്ക് പോലും അത് വലിയൊരു അതിശയായിരുന്നു. ഡെലിവറി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എന്തോ ഭഗവാന്റെ ഒരു കാരുണ്യാണ്, അല്ലാതെ ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് ഡെലിവറി നടക്കും. അത് എനിക്ക് ഭഗവാൻ തന്നൊരു അനുഗ്രഹമാണ്. മോളും അമ്മയും സുഖമായിരിക്കുന്നു. ഭഗവാന്റെ ആ പ്രസാദം കഴിച്ചതിന് ശേഷമാണ് അവള് ഹോസ്പിറ്റലിലേക്ക് പോയത്. പിന്നെ ഞങ്ങള് പുട്ടപർത്തിയില് അവിടെ മെയിൻ്റനൻസിൽ ഒരു പെരുമാൾ സാർ ഉണ്ടായിരുന്നു. അവര് സ്വാമിയുടെ പാദസ്പർശമേറ്റ ഒരു മാർബിളിന്റെ കഷ്ണം ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എപ്പോഴും പുട്ടപർത്തിയിൽ പോയാല് അങ്ങേരെ കണ്ട് സംസാരിക്കുമായിരുന്നു. ഭഗവാന്റെ കുറെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ ആ മാർബിളിന്റെ കഷ്ണം ഞങ്ങൾ പൂജാമുറിയിൽ കൊണ്ടുവച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അതില് വിഭൂതി പ്രത്യക്ഷപ്പെട്ടു. അതുപോലെ സ്വാമി പൂജാമുറിയിൽ സ്വാമിയുടെ ഫോട്ടോയിൽ നിന്ന് അമൃതും വന്നിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് വലിയൊരു അനുഭവമാണ്.
പിന്നെ മകൻ പുട്ടപർത്തിയിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞു. അവൻ പോണ്ടിച്ചേരിയിലേക്ക് PGക്ക് MBAക്ക് ചേർന്നു. അപ്പം ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നു, അവിടെ എല്ലാ കുട്ടികളും ഒരു എന്താ പറയാ, അവിടെ പല വിധത്തിലുള്ള പെരുമാറ്റങ്ങളുള്ള കുട്ടികളുണ്ട് എന്ന് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചിരുന്നു. അപ്പോൾ ഞാനൊരു ദിവസം മോനോട് പറഞ്ഞു, മോനെ അങ്ങനെ തെറ്റായ കൂട്ടുകെട്ടിലൊന്നും ചെന്ന് ചേരല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞത് എന്നോട്, അമ്മേ ഞാൻ സ്വാമിയുടെ മകനാണ്, ഞാൻ അങ്ങനെ ഒരു കൂട്ടുകെട്ടിലും ചെന്നുപെടൂല എന്ന് പറഞ്ഞു. ആ ഒരു ഉറപ്പ് സ്വാമി അവന് കൊടുത്തതാണ്. ഇത് ഞങ്ങൾക്ക് വലിയൊരു കാര്യമാണ്, വലിയൊരു അനുഭവമാണ് സ്വാമിയുടെ. പിന്നെ എനിക്ക് നിങ്ങൾ സ്വാമിയുടെ ഇത്രയും അനുഭവങ്ങളും ഇതൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് സ്വാമിയെ ശരീരത്തിൽ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. സ്വാമിയുടെ സമാധിക്ക് ശേഷമാണ് ഞങ്ങൾ പുട്ടപർത്തിയിൽ എത്തുന്നത്. എങ്കിലും സ്വാമി ഓരോ അനുഭവങ്ങളും തന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ഭയങ്കരമായൊരു വിഷമമുണ്ട്, സ്വാമിയെ ഒന്ന് കാണാൻ സാധിച്ചില്ലല്ലോ എന്ന്. ഇപ്പൊ ഞാൻ സമിതിയിൽ ആക്റ്റീവ് വർക്കറായിട്ട് ചെയ്യുന്നു. 2011 മുതൽ കഴിഞ്ഞ വർഷം വരെ എല്ലാ ഡ്യൂട്ടിക്കും പോകുമായിരുന്നു. പിന്നെ ഭർത്താവിൻ്റെ ആക്സിഡൻ്റ് ആയതിനു ശേഷമാണ് ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ വർഷം 2-3 ഡ്യൂട്ടിക്ക് എനിക്ക് പോകാൻ സാധിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ വീട് 14 കിലോമീറ്റർ ദൂരെയാണെങ്കിലും അന്നൊക്കെ ഞാൻ പറയായിരുന്നു, സമിതിൻ്റെ അടുത്തൊരു വീട് കിട്ടിയെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ അതും ഭഗവാന്റെ ഒരു അനുഗ്രഹം എന്ന പോലെ ഒരു വിഷമത്തിൽ കൂടിയാണെങ്കിലും ഭർത്താവിൻ്റെ ആക്സിഡന്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ചികിത്സേൻ്റെ ഒരു ഇതിനു വേണ്ടി ഞങ്ങൾ സമിതിൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾക്കൊരു വീട് കിട്ടി. ആ വീട്ടിൻ്റെ പേരും സായിറാം എന്നവരുടേതാണ്. അതുമൊക്കെ ഞങ്ങൾക്ക് ഭഗവാന്റെ ഒരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. സായിറാം. സരോജിനിയുടെ കൂടെ സ്വാമി ഇങ്ങനെ നിൽക്കുമല്ലേ എല്ലാ കാര്യങ്ങൾക്കും. പിന്നെന്താ പ്രശ്നം? സായിരാം, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ప్రతి కర్మ కూడాను దీనికి ఒక ప్రతిఫలం ఉంటుండాలి. ఫర్ ఎవ్రీ యాక్షన్ దేర్ ఇస్ ఎ రియాక్షన్, దేర్ ఇస్ ఎ రిజల్ట్. ఈ కర్మ అనేటువంటిది కేవలము ఈ జగత్తుగా ఒక అర్థంగా తీసుకుంది. దిస్ యాక్షన్ మే బి కంపేర్డ్ టు దిస్ వరల్డ్. ఈ జగత్తులో మనం ఏమి చేసినప్పటికీ అవి తిరిగి మనకు ప్రతిఫలంగానే లభిస్తూ ఉంటాయి. వాట్ ఎవర్ యు డూ ఇన్ దిస్ వరల్డ్ యు గెట్ ది ఫ్రూట్స్ దేర్ ఆఫ్. అద్దము ముందు పోయి నీవు నమస్కరిస్తే ఆ అద్దంలోని ప్రతిబింబం తిరిగి ఆ నమస్కారం నీకే ఇస్తుంది. స్టాండింగ్ బిఫోర్ ఎ మిర్రర్, ఇఫ్ యు ఆఫర్ ఒబియసెన్స్, ఇట్ ది రిఫ్లెక్షన్ ఇన్ మిర్రర్. అద్దం ముందు పోయి ఆ ప్రతిబింబాన్ని నీవేనా దండిస్తావంటే ఆ ప్రతిబింబం కూడా నిన్ను దండిస్తుంది. In the reflection in the mirror, if you were to just chastise or show some anger, ఇదే విధంగానే ప్రకృతి అంతయు కూడా కేవలం ఒక అద్దం వంటిది. The nature may be compared to a ఈ mirror. అద్దం వంటి ఈ ప్రపంచంలో నీవు ఏమి చేసినప్పటికీ ఆ ప్రతిబింబాలు నీకే లభిస్తూ ఉంటాయి. In this world which may be compared to a mirror, whatever you do is returned to you. కనుకనే మనం చేసేటువంటి కర్మలన్నీ కూడా దోషరహితమైన కర్మలుగా ఉంటుండాలి. Therefore, all our actions must be pure, free from defects, and they must be in accordance with righteousness. They must be in accordance with human values. కనుకనే మనము ఎవరి దగ్గర ఏ వస్తువును మనం అందుకున్నప్పటికీ వారికి మనం రుణస్థులైపోతాము. Therefore, whatever you accept from anyone, you become indebted ఆ to him. రుణపడినటువంటి వ్యక్తి తిరిగి వారింటిలో ఏ కుక్కగానో పిల్లిగానో ఏ యొక్క గాడిదగానో పుట్టవలసి వస్తుంటుంది. This debtor who gets indebted has to be born as a
dog or someone in that particular కనుక family to మనము settle. ఈ విధమైనటువంటి విచారణకు మనకు చోటు ఇవ్వకుండా ఎవరైనా ఏమైనా ఇస్తే నీరో లేక పలహారమో లేక టిఫిన్లో అవి భుజించవచ్చు, తప్పులేదు. Well, if someone were to offer you some eatables etc. at home, they may be accepted. There may not be any mistake. కనుక మిగిలినటువంటి విషయాల్లో మాత్రం ఎవరి దగ్గర డబ్బు తీసుకోవటం కానీ ఎవరి దగ్గర వస్తువులు తీసుకోవటం కానీ ఇది మంచిది కాదు. In things other than that, like accepting money, accepting objects and తల్లిదండ్రుల దగ్గర things, నీవేమైనా పుచ్చుకో, దీంట్లో దోషం లేదు. you may accept anything from parents. There is భర్త దగ్గర no భార్య, భార్య దగ్గర భర్త ఏమి తీసుకున్నా కానీ దోషం లేదు. Similar- అర్ధాంగి ఈ యొక్క ఇరువురికి నీ సమానమైన అధికారం ఉంటుండాలి. Similarly, between the husband and wife, they may have anything between themselves. There is గురువు nothing wrong. అనుగ్రహంతో ఏమిచ్చినప్పుడు నువ్వు పుచ్చుకోవచ్చును. When the preceptor confers as an act of grace on ఇక you, దైవం దగ్గర నో లిమిట్, లిమిటే లేదు. ఇక్కడ when it comes to a matter of God, ఏమిచ్చినా కూడా నువ్వు పుచ్చుకోవచ్చును. you can accept anything from God. తీసుకు Absolutely ఇచ్చినా normal. పుచ్చుకోవచ్చును, జబ్బలించినా పుచ్చుకోవచ్చు. అవన్నీ కూడా మన మంచి కోసమే. When he gives you some chastising, when he, దైవము ఏమి చేసినా కూడాను ఇది నా మంచి కోసమే అనేటువంటి భావంతో ఉండినప్పుడు అవన్నీ కూడా ఉత్తమమైన స్థితిని అందిస్తాయి. whatever God gives us is for our own good. This must be a firm belief. സൈറാം, സരോജിനി ഒരു ഭജന പാടൂ കേട്ടോ. സായിരാം. पंढरी निवास हे पांडुरंगा, पंढरी निवास हे पांडुरंगा, हे वर्तिवास श्री साई देवा, हे वर्तिवास श्री साई देवा, पंढरी निवास हे पांडुरंगा, दीन रक्षका अनाथ रक्षका, दीन रक्षका अनाथ रक्षका, भक्तवत्सला हे साईश्वरा, भक्तवत्सला हे साईश्वरा, भक्तवत्सला हे साईश्वरा, पंढरी निवासा हे पांडुरंगा, हे पर्तिवासा श्री साई देवा, पंढरी निवासा हे पांडुरंगा, दीन रक्षका अनाथ रक्षका, भक्तवत्सला हे साईश्वरा, भक्तवत्सला हे साईश्वरा, भक्तवत्सला हे साईश्वरा, पंढरी निवासा हे സൈറാം, സരോജിന മകളും കൂടെ പാടിയെന്ന് തോന്നുന്നു. മകളെ ഒന്ന് കാണട്ടെ. മകള് വീഡിയോയില് വരുമോ? ആ ആ മോളെ നീറിയിരിക്കും. രണ്ടുപേരും പാടിയെന്ന് തോന്നിയായിരുന്നു. രണ്ടുപേരും കൂടെയാണ് പാടിയതെന്ന്. സന്തോഷം മോളെ, സന്തോഷം. അനന്തപൂരിൽ ഒരുപാട് കുട്ടികൾക്ക് ഇങ്ങനെ ഫോൺ കോള് വരുന്ന കഥകളുണ്ട്. ഭഗവാന്റെ അച്ഛന്റെ ഫോണ്, അമ്മയുടെ ഫോൺ എന്നൊക്കെ പറഞ്ഞിട്ട്. സായിരാം, താങ്ക് യു സോ മച്ച് സായിരാം. ഈ ഭക്തവത്സല എന്ന് കേട്ടപ്പോഴാണ്
ഞാൻ ഓണം കഴിഞ്ഞിട്ട് ഒരു ദിവസം എനിക്ക് ഭഗവാന്റെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. ആ സ്വപ്നത്തില് ഭഗവാൻ ഒരു സ്ഥലത്തിരിക്കുന്നു. കുറച്ച് യൂത്ത് സ്റ്റുഡൻസ് ആണ്, അവരാണ് യൂത്ത് വിങ് ആണ്, യുവജനങ്ങളുടെ ഒരു സമ്മേളനം. അവര് പ്രാക്ടീസ് ചെയ്യാണ്, ഭജന പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ അവര് എന്റെ ഒരു കവിതയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ സ്വാമി എന്നോട് ചോദിച്ചു, ഭക്തവത്സല എന്ന് ചേർത്തിട്ടുണ്ടോ ഭജനയില്? അതില് കവിതയില് ഭക്തവത്സല എന്ന് എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉണ്ട് സ്വാമി, ഭക്തവത്സല എന്നുണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഫേസ്ബുക്ക് തുറന്നപ്പോഴാണ് പിന്നെ സായി പ്രസാദിന്റെ ഒരു സംഗീതികയുടെ ഒരു നോട്ടീസ് കണ്ടത്, അവരുടെ പോസ്റ്റ് കണ്ടത്. അപ്പൊ അവരുടെ ആ സമയത്തുള്ള വിഷുവിന്റെ ഗാനമായിട്ടൊക്കെ എത്തുന്ന എന്റെ കവിതയാണെന്നുള്ളത് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. സ്വാമിക്ക് അത് അറിയായിരുന്നു. സ്വാമി അത് ചോദിക്കുകയും, ഈ ഭക്തവത്സല എന്നുള്ളത് ഭഗവാൻ ഇഷ്ടമുള്ള ഒരു പദമാണ്. സായിരാം. സായിരാം. എല്ലാം ഭഗവാന്റെ പാദത്തിൽ അർപ്പിക്കുന്നു. എല്ലാവർക്കും സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഞങ്ങളും എപ്പോഴും സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടായിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്, പൂർണ്ണ വിശ്വാസത്തോടെ തന്നെയാണ്. സായിരാം. എല്ലാവർക്കും സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇവിടെ മിണ്ടാതിരിക്കുന്നവർക്കും അങ്ങനെ തന്നെയാണ്. ഒരുപാട് പേരൊന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. പക്ഷെ അവർ ഓരോരുത്തർക്കും ഭഗവാൻ ഓരോ ദിവസവും ഓരോ നിമിഷവും ഓരോ അനുഭവങ്ങൾ നൽകിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഭഗവാന്റെ കാരുണ്യം എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. സായി ഉപമ, സ്വപ്നലോകം യാഥാർത്ഥ്യമാണെന്നുള്ള മതിഭ്രമം ഇല്ലാതെ ആയാൽ ഉടൻ തന്നെ ആത്മാവബോധം ഉണ്ടാകുന്നു. കാട്ടുജാതിക്കാരുടെ കൈകളിൽ അകപ്പെട്ട ശിശുവായ ഒരു രാജകുമാരൻ അവരിൽ ഒരുവനെ പോലെ പെരുമാറുമെങ്കിലും അവനിലെ രാജകീയത നഷ്ടമാകുന്നില്ല. അവരിൽ നിന്നും രക്ഷപ്പെടുമ്പോൾ അവൻ രാജകുമാരനാണ് താൻ എന്ന് മനസ്സിലാക്കുന്നു. അതുപോലെയാണ് അർജുനൻ സ്മൃതിർ ലബ്ധ എന്ന്, അതായത് എനിക്ക് എന്റെ ഓർമ്മ തിരിച്ചു ലഭിച്ചു കൃഷ്ണ, ഞാൻ സ്വയം തിരിച്ചറിവ് നേടിയിരിക്കുന്നു, എനിക്ക് എന്നെ അറിയാം, ഞാൻ അങ്ങ് തന്നെയാണെന്ന് ഞാൻ അറിയുന്നു എന്ന് പറയുന്നത്. അതായത് യാഥാർത്ഥ്യം മനസ്സിലാകുമ്പോൾ ആത്മാവബോധം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഈശ്വരനും നമ്മളും ഒന്നു തന്നെയാണ് എന്നുള്ള തിരിച്ചറിവ് ലഭിക്കുക എന്നതാണ്. ജയ സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. പങ്കെടുത്ത എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഒരുപാട് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ജയ് സായിരാം.